ഇത് കുൽഫി കേക്ക് കിലോക്ക് 1150 രൂപ വരെയൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താ ഈ കേക്കിന് ഇത്ര പ്രത്യേകത എന്നല്ലേ. ഈ ഒരു ക്രീമാണ് കേട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത. ഈ ഒരു ക്രീം ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഞാനിവിടെ 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക് പാനിൽ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കുറുകിയിട്ട് 1 കപ്പായിട്ട് മാറണം. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ 4-5 ഏലക്കായ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ കേട്ടോ. ഇനി ഞാനിതാ ഇവിടെ ഇത്രയും ബദാമും പിസ്ത എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറുകി വരുന്നതിൻ്റെ സമയം കൊണ്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് വെക്കാം. നമ്മുടെ പാലൊക്കെ നന്നായിട്ട് കുറുകി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കളിച്ചതിന് ശേഷം അതും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു കോൺഫ്ലോർ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അവസാനം അതിലിട്ട് ഏലക്കായ പെറുക്കി മാറ്റാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ വെറ്റ് ചെയ്യാൻ എടുക്കുന്ന ഷുഗർ സിറപ്പിലും ഏലക്കായ ഇട്ട് തിളപ്പിച്ചതാവണം കേട്ടോ. നോർമൽ വനില സ്പഞ്ചാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. വിപ്ഡ് ക്രീമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്യാം. ഒരു ലെയറിനും ഇടയ്ക്ക് നമ്മുടെ കുൽഫി ക്രീമും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കേക്ക് റെഡി.